എം ശ്രീ പദ്ധതിയിൽ എന്തുകൊണ്ട് ഒപ്പിട്ടു? സിമ്പിളാണ് ചോദ്യം. വളരെ കുട്ടികളോട് SLCക്ക് പരീക്ഷയ്ക്കും അല്ലെങ്കിൽ പിന്നെ ക്ലാസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സോഷ്യൽ സ്റ്റഡീസിൽ ചോദിക്കാം. എം ശ്രീ പദ്ധതിയിൽ എന്തുകൊണ്ട് LDF സർക്കാർ ഒപ്പിട്ടു, അല്ലെങ്കിൽ മന്ത്രി ഒപ്പിട്ടു, അല്ലെങ്കിൽ വാസുകി ഒപ്പിട്ടു? ഒറ്റ ചോദ്യം. സിമ്പിളാണ് ചോദ്യം. ഉത്തരവും വളരെ സിമ്പിളാണ്. അതിനകത്ത് ഒരു കോംപ്ലിക്കേഷനുമില്ല, താഴോട്ട് ഒരു ഇടപാടുമില്ല. ഒപ്പിടാൻ കാരണം പ്രധാനമന്ത്രി പറഞ്ഞു ഒപ്പിടണമെന്ന്, അത് അമിത്ഷാ പറഞ്ഞു ഒപ്പിടണമെന്ന്, അതുകൊണ്ട് ഒപ്പിട്ടു. അമിത്ഷാ എന്തിനു പറഞ്ഞു, പ്രധാനമന്ത്രി എന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. ഈ യാത്രയാണ് CMനെ കുഴച്ചത്. ഈ CM ബഹ്റിനിലൊക്കെ പോയിട്ട് വന്നിട്ട് പതുക്കെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ബഹ്റിനിലൊക്കെ പോകുന്നതിന് മുമ്പേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചായിരിക്കും CM പെട്ടെന്ന് പോയി ഒന്ന് കണ്ടിരുന്നത്. മുഖ്യമന്ത്രിയെ അല്ല പ്രധാനമന്ത്രിയെയും അമിത്ഷായൊക്കെ ഒന്ന് കണ്ടത് അതുകൊണ്ടായിരിക്കും. പക്ഷേ കണ്ടപ്പോൾ അവർ നിർബന്ധിച്ച് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാനെയും കൂടെ കണ്ടു. ആ ഒരു കാണൽ വേണ്ടായിരുന്നു ഇപ്പോൾ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയി പറഞ്ഞു, SSCക്ക് പൈസ തരാം, പക്ഷേ നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിടണം. അദ്ദേഹം പറഞ്ഞെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് മുഖ്യമന്ത്രി എടുത്തില്ല. പക്ഷേ അതേ ധർമ്മേന്ദ്ര പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ദയവേത് ഇത് പറയണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി വളരെ സ്ട്രോങ് ആയി പറഞ്ഞു, നിങ്ങളിത് ചെയ്യണം, മറ്റൊന്നുമില്ല. ഇതിന് സമാനമായ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗെയിൽ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ സമരവും ബഹളമൊക്കെ വന്ന് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഒരുപാട് ആളുകളെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു മാസ്റ്റർ പീസ് പദ്ധതി എന്നുള്ള നിലയിൽ അവർക്ക് ഗെയിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരുപാട് പദ്ധതികളുടെ കാര്യങ്ങളുമായി CM അവിടെ ചെല്ലുന്നത്, നമ്മുടെ CM ചെല്ലുന്നത്. അപ്പോൾ എല്ലാം കേട്ടിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയും, ഒക്കെ ശരിയാണ്, നിങ്ങൾക്ക് ആവശ്യമായ ഫണ്ടൊക്കെ തരാം, നിങ്ങൾക്ക് ദേശീയപാതയ്ക്ക് ഫണ്ട് തരാം, വിഴിഞ്ഞത്തിൻ്റെ പദ്ധതി നമുക്ക് ശരിയാക്കാം, പഴയ കഥയാണ്, എല്ലാം ശരിയാക്കാം, പക്ഷേ ആ ഗെയിൽ പദ്ധതി ഒന്ന് നടപ്പിലാക്കണം. അപ്പോൾ CM അവിടെ വെച്ച് കമ്മിറ്റ് ചെയ്യണം, ഓക്കെ എന്ന് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ CM അവിടെ വെച്ച് കമ്മിറ്റ് ചെയ്തിട്ട് വന്നാൽ പിന്നെ CMന് നടപ്പിലാക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ CM ഇവിടെ വളരെ കർശനമായ നിലപാടെടുത്തു. അവസാനം ഗെയിൽ പദ്ധതി ഇടതുപക്ഷ മുന്നണിയുടെ ഒരു അഭിമാന പദ്ധതിയാക്കി മാറ്റിയെടുക്കാനും LDFന് കഴിഞ്ഞു. ഇപ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയില്ലേ എന്ന് പറയാറുണ്ട്, മുടങ്ങിക്കിടന്ന പദ്ധതി. ഇതാണ് ഇതിൻ്റെ സിമ്പിളായ കാര്യം. വേറെ ഒരു ഡെക്കറേഷൻ്റെയോ ഒരു ബഹളവുമില്ല. പ്രധാനമന്ത്രിയും അമിത്ഷായും ധർമ്മേന്ദ്ര പ്രധാനും കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഫണ്ട് വേണമെങ്കിൽ നിങ്ങളിതിൽ ഒപ്പിടണം, വേറെ ഒരു മാർഗവുമില്ല. പണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അച്യുതമേനോൻ മുഖ്യമന്ത്രിക്കും ഇതേപോലൊരു അവസരം വന്നിരുന്നു. കാമരാജിൻ്റെയും കൂടി സമ്മർദ്ദത്താൽ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന, തമിഴ്നാട്ടിലെ മുടിചൂടാ മന്നനായിരുന്ന കാമരാജിൻ്റെ കൂടി സമ്മർദ്ദത്താൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും കാമരാജും നല്ല ബന്ധത്തിലായിരുന്നു, രാഷ്ട്രീയമായി വളരെ വലിയ ബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിൽ കാമരാജിൻ്റെ ഫോൺ കാൾ ഇന്ദിരാഗാന്ധിക്ക് പോകുന്നു, ഇന്ദിരാഗാന്ധിയുടെ ഫോൺ കാൾ അച്യുതമേനോന് വരുന്നു. അച്യുതമേനോനോട് ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നതിൽ ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു പങ്കുണ്ട്. സ്വാഭാവികമായിട്ടത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയെന്നുള്ളൊരു വാർത്തയും കറങ്ങുന്നുണ്ട്. അത് സാന്ദർഭ്യമായി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയനെ CPI സോവിയറ്റ് യൂണിയനെ സ്വാധീനിച്ച് സോവിയറ്റ് യൂണിയൻ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. അങ്ങനെ ഇന്ദിരാഗാന്ധി കേരളത്തിലൊരു അവസരം കൊടുത്തു എന്നൊക്കെയാണ് ഒരു കഥയാണോ ശരിയാന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ അങ്ങനെ കിടപ്പുണ്ട്. എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലത്ത് ഇതുപോലെ കേരളത്തിൽ പറഞ്ഞു. അപ്പോൾ അച്യുതമേനോൻ ഒപ്പിടേണ്ടി വന്നു. അതുകൊണ്ട് മുല്ലപ്പെരിയാർ കരാറിൽ വീണ്ടും പുതുക്കി കൊടുക്കാൻ അച്യുതമേനോൻ സമ്മതിക്കേണ്ടി വന്നത്. അതുപോലെ പ്രധാനമന്ത്രി ഒരു മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾക്കെല്ലാ സഹായവും ചെയ്തു തരും, നിങ്ങൾക്ക് സ്റ്റേറ്റിന് ആവശ്യമായ പൈസയൊക്കെ തരും, പക്ഷേ ഈ പദ്ധതിയിൽ നിങ്ങൾ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ രണ്ടാമതൊരു ചോയ്സ് ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനൊരു മനഃശാസ്ത്രപരമായൊരു പ്രശ്നമുണ്ട്. അത് കേരള സമൂഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ദയവായി അത് മനസ്സിലാക്കണം. നമ്മൾ ഓരോ വ്യക്തിക്കും മനഃശാസ്ത്രപരമായ സമീപനമുള്ളവരാണ്. എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അച്യുതാനന്ദനെക്കുറിച്ച് പറയുമ്പോൾ ധാർഷ്ട്യമാണ്, കർക്കശ്യക്കാരനാണ്. കരുണാകരനെക്കുറിച്ച് പറയുമ്പോൾ വേറെ തലത്തിലേക്ക് നമ്മൾ പറയും. നമ്മൾ കളിയാക്കിയൊക്കെ ഒരു പേരിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ മുൻ മുഖ്യമന്ത്രി മരിച്ചുപോയ ആളിനായോട് അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തർ, പിന്നെ സൗമ്യൻ എന്ന് പറയും ചിലരെ. അങ്ങനെ പല മനഃശാസ്ത്രവും നമ്മൾ പറയാറുണ്ട് ഓരോ ഭരണാധികാരിക്കും. ഇപ്പോൾ SR ചക്രവർത്തിയുടെ മനഃശാസ്ത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നെപ്പോളിയൻ്റേതല്ല, അടുത്ത സദ്ദാം ഹുസൈൻ്റേത്, ഓരോ അതുപോലെ നമ്മുടെ ഇപ്പോൾ വ്ളാഡിമിർ പുട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നെതന്യാഹുവിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ മനഃശാസ്ത്രമുണ്ട്. പിണറായി വിജയൻ്റെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന് അറിയാം ഈ തുടർ ഭരണം കിട്ടൂല എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് നമുക്ക് അറിയില്ലല്ലോ. തുടർ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും നാളത്തെ ചരിത്രത്തിൽ കുട്ടികൾ പിണറായി വിജയനെ പഠിക്കണം. എങ്ങനെ പഠിക്കണം? രണ്ട് രീതിയിൽ പഠിക്കണം. ഒന്ന്, ഒരു നവോത്ഥാന നായകനായിട്ട് പഠിച്ചാൽ വളരെ നല്ലത്.
പക്ഷേ അത് ശബരിമല വിഷയത്തിൽ അങ്ങനെ ഒരു ശ്രമം മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളെല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങളിങ്ങനെ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിലൊക്കെ ഒരു മുൻകൈ എടുത്ത് കയറ്റാൻ പറ്റിയാൽ നവോത്ഥാന നായകനായി. പക്ഷേ അത് നടന്നില്ല. രണ്ടാമതൊരു കാര്യം CM-നോട് പറഞ്ഞത്, കേരളത്തിൽ നടക്കില്ല എന്ന് പറയുന്ന വികസനങ്ങളൊക്കെ നടത്തിയ ആളാണ്. അതിവിടെ പല കാരണങ്ങളാൽ വികസനം നടക്കാത്ത സംസ്ഥാനമാണെന്ന് പേരുണ്ട്. നോക്കുകൂലിയുടെ പേരിലുണ്ട്, തൊഴിലാളി വർഗ സമരത്തിൻ്റെ പേരിലുണ്ട്, പിന്നെ യൂണിയൻ്റെ പ്രശ്നമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ട്, മീഡിയകൾ അങ്ങനെ വേണ്ടത്ര പിന്നെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, ഏത് കാര്യം വന്നാലും വിവാദം വരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വികസനത്തിൻ്റെ നായകൻ എന്ന് അദ്ദേഹത്തിന് അറിയണം. അതുകൊണ്ട് ലോകം അദ്ദേഹത്തെ വികസന നായകനായി അറിയപ്പെടണമെങ്കിൽ നടക്കാത്ത പദ്ധതികൾ നടപ്പിലാക്കണം. ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ വികസനത്തിൻ്റെ കൂടെയാണ്, വികസനമാണ് പ്രധാനം. അപ്പോൾ വികസന നായകനായി അറിയപ്പെടണം, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ കാര്യം, താൻ ഒരു രാജാവിൻ്റെ മനസ്സാണ് അദ്ദേഹത്തിന്. രാജമനസ്സാണ്. അതൊന്നും ഒരു തെറ്റല്ല. ഒരു ജനാധിപത്യത്തിൽ ഒരാളൊരു രാജമനസ്സ് വരുന്നത് തെറ്റാണോ? തെറ്റല്ല. ഒരു രാജമനസ്സാണ്. രാജമനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം രാജാവിനോട് നമ്മൾ അറിയിക്കും, രാജാവിൽ നിന്ന് കൽപ്പന കിട്ടും, ആ കൽപ്പന അനുസരിച്ച് ചെയ്യാം. ഒരു രാജമനസ്സാണ് അദ്ദേഹത്തിനുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായതല്ല. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹം വളർന്നു വന്നത് തന്നെ പ്രതിരോധത്തിലൂടെയാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന സ്ഥാനങ്ങൾ കിട്ടാതെ പോയതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മനഃശാസ്ത്രപരമായ ചില ഒരു മെരുക്കിയെടുക്കൽ അല്ലെങ്കിൽ ഒരു രൂപപ്പെടലുണ്ട്, ഒരു മനുഷ്യൻ്റെ രൂപപ്പെടലുണ്ട്. അങ്ങനെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റം പറയുകയല്ല. ഒരു മനഃശാസ്ത്രപരമായ പരുവപ്പെടലുണ്ട്. ആ പരുവപ്പെടലിൽ എന്നെ ഒന്നും തീരുമാനിക്കാൻ സമ്മതിക്കുന്നില്ല, എന്നോടൊന്നും ചോദിക്കുന്നില്ല, എന്നെ ഒഴിവാക്കുന്നു. പാർട്ടിയിലാണെങ്കിൽ അപ്പോൾ പിന്നെ VS അപ്പർ ഹാൻഡ്, നയനാർക്ക് അപ്പർ ഹാൻഡ്, അത് കഴിഞ്ഞ് തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ, അങ്ങനെ പിന്നെയാണ് ശൈല ടീച്ചർ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, ഭൗതിക ജീവികൾക്കും അല്ലാത്തവർക്കൊക്കെ പാർട്ടിയിലും ഭരണത്തിലും വലിയ അപ്പർ ഹാൻഡ്. ഞാൻ പക്ഷേ എല്ലാം തീരുമാനിക്കണ്ടേ? എന്നെ ഇതുവരെ ഒന്നും തീരുമാനിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനെല്ലാം തീരുമാനിക്കും, ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കേൾക്കാം, ഇഷ്ടമുള്ളവർക്ക് നിൽക്കാം, ഇല്ലാത്തവർക്ക് പോകാം. ഈ ഒരു സമീപനം അദ്ദേഹം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. അത് സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ രൂപപ്പെടലാണ്, അല്ലാതെ മനഃപൂർവ്വം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതല്ല. ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം, പച്ചയായ നമ്മളെപ്പോലെ മാംസവും രക്തവും ഞരമ്പൊക്കെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു ക്വാളിറ്റിയാണത്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണത്തിൽ മൊത്തത്തിൽ CM-ൻ്റെ ഓഫീസും CM-ഉം ഇടപെടാറുണ്ട്. ലാസ്റ്റ് വാക്ക് CM ആണ്. CM അത് പാർട്ടിയോട് ആലോചിക്കണമെന്ന് നിർബന്ധമില്ല, പാർട്ടിയോട് പറയണമെന്ന് നിർബന്ധമില്ല, ഒരു ജനാധിപത്യ പ്രക്രിയ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല CM-നെ സംബന്ധിച്ചിടത്തോളം. CM-ൻ്റെ ഭരണകാലത്തിൽ ഒന്നുകിലൊരു നവോത്ഥാന കാര്യങ്ങൾ കുറേ നടക്കണം. അതുകൊണ്ടാണ് നവോത്ഥാന കമ്മിറ്റി വരെ ഉണ്ടാക്കിയില്ലേ CM. നമ്മൾ കുറച്ച് കാണരുത്, ഒരു നവോത്ഥാനം നടക്കണം അദ്ദേഹത്തിൻ്റെ കാലത്ത്. അല്ലെങ്കിൽ അതിന് സാധ്യതയില്ല കേരളത്തിൽ, കാരണം എല്ലാവരും കൂടി അലിമ്പാക്കി വച്ചിരിക്കുന്നതുകൊണ്ട് അതിന് സാധ്യതയില്ല. പിന്നെ ഉള്ള സാധ്യത വികസന നായകൻ എന്നറിയപ്പെടണം. അങ്ങനെ അറിയപ്പെടണമെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, തൻ്റെ മുന്നിൽ ഫയലിൽ വരുന്ന കാര്യങ്ങൾ, തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, എന്ത് കടമ്പയുണ്ടെങ്കിലും താൻ നടപ്പിലാക്കിയിരിക്കും. അങ്ങനെ കടമ്പകളുള്ളപ്പോൾ, എതിർപ്പുകളുള്ളപ്പോൾ നടപ്പിലാക്കുന്ന ആളാണല്ലോ വികസന നായകൻ. അല്ലാതെ കടമ്പയുമില്ല, എതിർപ്പില്ല, സ്വാഭാവികമായിട്ട് ഫയലുകൾ വരുമ്പോൾ നടപ്പിലാക്കുന്ന ആൾ സാധാ മുഖ്യമന്ത്രിയല്ലേ. അങ്ങനെ ഒരു അപ്രമാദിത്വമുള്ള ഒരു വികസന നായകനായി ചരിത്രം എന്നെ അറിയപ്പെടണമെന്നുള്ള ഒരു ഭരണാധികാരിയുടെ ആഗ്രഹം കൂടിയാണ്. അല്ലാതെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള വികസനത്തിൻ്റെ നായകനായി അറിയപ്പെടണമെന്നുള്ളൊരു കാഴ്ചപ്പാടും ഒരു രാജമനസ്സും, രാജാവിൻ്റെ ഒരു മനസ്സുണ്ട്. അത് തെറ്റല്ലല്ലോ, ഈ കാലഘട്ടത്തിൽ തെറ്റല്ലല്ലോ. അധികാരത്തിൻ്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ. ഉള്ളപ്പോൾ പിന്നെ അതിനകത്തൊരു ഏത് തരത്തിലുള്ള ജനാധിപത്യപരമായ അധികാര മനസ്സുണ്ട്, രാജാധിപത്യപരമായ അധികാര മനസ്സുണ്ട്, ഏകാധിപത്യപരമായ അധികാര മനസ്സുണ്ട്. അധികാരത്തിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. അതിലൊരു രാജാധികാരത്തിൻ്റെ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഞാനെല്ലാം പറയാം. അത് തെറ്റൊന്നും അല്ലല്ലോ. അദ്ദേഹം ഒരുപാട് ഉപദേഷ്ടാക്കളെ വെച്ചിരിക്കുന്നു, ഒരുപാട് കാര്യം അവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് പറയാം, ഏത് വകുപ്പിൽ എന്തൊക്കെ നടക്കണമെന്ന് പറയാം. അതിനുള്ള സംവിധാനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, രണ്ടായിരുന്നു കാര്യം. ഒന്ന്, നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞു, ഒപ്പിട്ടു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പിണറായി വിജയൻ എന്ന മനുഷ്യൻ, ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി രൂപപ്പെട്ടു വന്നതിൻ്റെ, പരുവപ്പെട്ടു വന്നതിൻ്റെ, കണ്ടീഷൻ ചെയ്തു വന്നതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം കൂടെയുണ്ട്. അതൊരു പ്രശ്നമല്ല. പക്ഷേ അത് ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അത് വർക്ക് ചെയ്യുന്ന ഇന്നലെ വരെ PM ശ്രീയിൽ ഒപ്പിടുന്നത് വരെ അത് വർക്ക് ചെയ്തു.
ഇന്നലെ വരെ അത് വർക്ക് ചെയ്തു. കാരണം ഏത് കാര്യവും സി എമ്മിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സി എം അത് സോൾവ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ പി എം ശ്രീയിലെത്തുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ല. അത് അവിടെ കുറച്ചുകൂടി ജനാധിപത്യമാണ് വർക്കൗട്ട് ആവുക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അവിടെ സി എമ്മിന് പിഴച്ചു. തീർച്ചയായും സി എമ്മിന് പിഴച്ചത് അവിടെയാണ്. അത് സി എമ്മിന് ഉപദേശിക്കാൻ ആരും തയ്യാറായില്ല. പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്തതിൻ്റെ പ്രശ്നമാണ് സി എമ്മിനങ്ങനെ സംഭവിച്ചത്. അല്ല, സി എം ഇതിനകത്ത് നിരപരാധിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ മോൾഡ് ചെയ്ത് വന്നതാണ്. അത് തെറ്റായ ഒരു ക്യാരക്ടറുമല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം.